ഈ സമ്പത്തുള്ള വീട്ടിൽ ജനിച്ചു, സ്നേഹമുള്ള അച്ഛനമ്മമാരെ കിട്ടി. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഭാഗ്യവാനാണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് എന്നോട് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴാണ് ലക്കിയായത്, തന്നെ സ്വന്തമാക്കിയപ്പോൾ. എടോ തനിക്കറിയോ, ഒരു മുറിയിൽ നമ്മൾ അടുത്തിരിക്കുന്നത് ഇപ്പോഴാണ്. പക്ഷേ എത്രയോ രാത്രികളായിട്ട് താൻ എൻ്റെ കൂടെയുണ്ട്. അതൊക്കെ പറഞ്ഞാൽ താൻ ചിരിക്കും. എടോ, ഇതെന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും താൻ തിരിച്ചൊന്നും പറയാത്തത്, ഒന്നും മിണ്ടാത്തത്? ഇത് ബോറാണ് കേട്ടോ. പ്രിയങ്ക, ഞാൻ എത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? എൻ്റെ ജീവനേക്കാളും ഈ ലോകത്തും മറ്റെന്തിനേക്കാളും. അതെ, എൻ്റെ വിഷമങ്ങൾ മാറാൻ തൻ്റെ ഒരു ചിരി മതി. എത്ര തളർച്ചയിൽ നിന്നും ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തൻ്റെ ഒരു നോട്ടം മതി. അതെ, താൻ നോക്കൂ, ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഞാൻ തനിക്ക് തരും. എന്നോട് ഒരുമിച്ചുള്ള ജീവിതം സ്വർഗം തന്നെയാണെന്ന് ഞാൻ തന്നെ കൊണ്ട് പറയിപ്പിക്കും. I love you. I love you, പ്രിയങ്ക. അതെ, ഇനിയും നാണിച്ച് നമുക്കിടയിൽ ഇങ്ങനൊരു മൂടുപടം വേണ്ട. അയ്യേ, എന്താടാ നിനക്ക് കണ്ണ് കാണാതായി തുടങ്ങിയോ? എന്നാ ഈ പ്രതിമയോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയേ? ആരോടാ പിന്നില്ല? ആര് പറഞ്ഞിട്ടാ നീ ഇതിനകത്തേക്ക് എന്നെ കയറ്റി വിട്ടത്? മുത്തശ്ശി, നിനക്ക് നിന്റെ പെണ്ണിനോട് എത്ര സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? പിന്നെ നീ അവളെ എങ്ങനെയായിരിക്കും നോക്കാന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് പരീക്ഷിച്ചല്ലേ മോനെ? അതെ, ഈ കുട്ടിക്കളിയില് എനിക്ക് പങ്കില്ല കേട്ടോ. ഇത് നിന്റെ ഒരിക്കലും പ്രായമാവാത്ത കുട്ടി മുത്തശ്ശി മാത്രം ചെയ്തതാ. മുത്തശ്ശി, കഷ്ടമുണ്ട് മുത്തശ്ശി. ചുമ്മാ ഞാൻ ഇത്രയും വാതി അടിച്ചത് വേസ്റ്റ് ആയില്ലേ? അല്ല, നിങ്ങൾ എല്ലാവരും കേട്ടോ? അതൊക്കെ കേട്ടു, ഞങ്ങള് കേട്ടു. അയ്യോ, അതിന് പിന്നെ നിങ്ങൾ മാത്രമായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ? കല്യാണത്തിന് വന്നാ എല്ലാവരും കൂടി വിളിച്ചിട്ട് അങ്ങോട്ട് പോരാന്നല്ലോ. ദേഷ്യമൊന്നും വേണ്ടടാ, മുത്തശ്ശിക്ക് ഒരു തമാശ കളിക്കാൻ നിന്നോടല്ലേ പറ്റൂ. എന്നാ പിന്നെ മോന്റെ മണിയറയിൽ ചെന്നിരിക്കും. മുത്തശ്ശി പ്രിയങ്കയെ അങ്ങോട്ട് വിടാം. അടുത്ത പ്രതിമയെ കൊണ്ടുവരാനായിരിക്കും. അതിന് ഇനി ഇവിടെ വേറെ പ്രതിമയില്ലല്ലോ. ശരിയാക്കി തരാം കേട്ടോ. ഇത് ഞാൻ ശരിയാക്കി തരാം. വാടാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാടാ. അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുവെന്ന് ഐശ്വര്യ പറയുന്നത് സത്യമാണോ അതോ തോന്നലോ? തോന്നലല്ല, ഞാൻ വ്യക്തമായി കണ്ടതാ.
ശ്യാമയുടെ അതേ ചായ, അതേ രൂപം. എനിക്കുറപ്പാ അത് ശ്യാമയുടെ മകള് തന്നെയാ. എന്ന് പറഞ്ഞ കൊല്ലാൻ ഏൽപ്പിച്ചവർ അത് ചെയ്തില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ മനസ്സലിഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടതും പിന്നീടവർ ചോദ്യചിഹ്നമായി വളർന്ന് മുന്നിൽ വന്ന് നിന്നതുമൊക്കെ. മാഡം, ഞാനും ശ്യാമയും തമ്മിലുള്ള കരാറുകള് മാഡത്തിന് അറിയാലോ. ശ്യാമയുടെ സമ്പത്ത് മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ശ്യാമ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. മാഡത്തിന്റെ സീനിയർ തന്നെയാ അതിനുവേണ്ട പേപ്പറുകളൊക്കെ ശരിയാക്കിയത്. അതിന് എന്തെങ്കിലും ഒരു മാറ്റം? ലുക്ക് ഐശ്വര്യ, ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. ഐശ്വര്യ പറയുന്നത് പോലെ ശ്യാമയുടെ മകൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ശ്യാമയും ഐശ്വര്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ശ്യാമയുടെ സമ്പത്ത് ഐശ്വര്യക്ക് കൈകാര്യം ചെയ്യാവുന്നത് ശ്യാമയുടെ മകൾ പ്രായപൂർത്തിയാകുന്നതുവരെയാണ്. കുഞ്ഞിനെ കാണാതായിട്ട് മോർ ദാൻ 20 years. ദാറ്റ് മീൻസ് അവകാശങ്ങളെല്ലാം ഐശ്വര്യയുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു. എന്റെ ചോദ്യം അതല്ല. സ്റ്റിൽ ആളുകൾക്ക് മുമ്പില് ശ്യാമയുടെ മകള് ജീവനോടെ ഇല്ല. ഏതെങ്കിലും രീതിയിൽ അവളെ കണ്ടെത്തുന്നതിന് മുൻപ് എനിക്ക് ഈ സമ്പത്തുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ നിശ്ചയിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യം നടന്നാൽ ശ്യാമയുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ലാന്ന് ഐശ്വര്യ പ്രൂവ് ചെയ്യണം. തനിക്കതിന് സാധിക്കോ? അതിനല്ലേ ഞാൻ മാമിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിയമപ്രകാരം ഒന്നും നടക്കില്ല. നിയമത്തിന് അപ്പുറത്താണെങ്കിൽ എന്തും നടക്കും. ശ്യാമയുടെ മകൾ ജീവനോടെ ശ്യാമയുടെ മുന്നിലെത്തിയ ഐശ്വര്യ പിന്നെ ഒരു ബിഗ് സീറോയാണ്. ആ മകളെ ജീവനോടെ ശ്യാമ കാണാതിരുന്നാൽ ഇന്നത്തെ സൗഭാഗ്യങ്ങൾ ഐശ്വര്യയുടെ കൂടെ തന്നെ ഉണ്ടാവും. കൊല്ലും ഞാൻ അവളെ. എവിടെ ആരൊളിപ്പിച്ചതാണെങ്കിലും തേടി പിടിച്ച് കൊന്നിരിക്കും ഞാൻ. നീ ആരാ? നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്ന്? ഞാനായിരുന്നോ? ഞാൻ പ്രിയങ്ക. വെറുതെ എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. നീ പ്രിയങ്ക ഒന്നുമല്ല. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്റെ പ്രിയങ്ക അല്ലാന്ന്. എല്ലാരും കൂടെ വേഷം കെട്ടിച്ച് വിട്ടതാ നിന്നെ വീണ്ടും എന്നെ പറ്റിക്കാനായിട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെ അല്ല. ഞാൻ താലി കെട്ടിയത് നിന്നെ അല്ല. നീ ഒന്ന് പുറത്തു പോ. താലി കെട്ടിയത് എന്നെ തന്നെയാ. കണിമംഗലത്തുകാര് വന്ന് കണ്ടതും വിവാഹം ഉറപ്പിച്ചതും എന്നെ തന്നെയാ. വെറുതെ എന്നെ ടെൻഷനാക്കാൻ നോക്കണ്ട. നീയാ ഇപ്പൊ എന്നെ ടെൻഷനാക്കുന്നത്. നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ
ഇങ്ങോട്ട് വേഷം കെട്ടി അയച്ചവരോട് ഞാൻ സംസാരിച്ചോളാം. അല്ല, നാണമില്ലല്ലോ നിനക്ക്. ഒരാൾ അയാളുടെ മണിയറയിൽ എത്രയോ സ്വപ്നം കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് മുന്നിലേക്ക് ഒരു ബന്ധമില്ലാതെ നീ കേറി വരികയെന്ന് വെച്ചാ വരുൺ എന്തൊക്കെയായി പറയുന്നത്? മിണ്ടരുത് നീ. എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമല്ല. ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം. എന്തു പറ്റി? താലി കിട്ടിയപ്പോ ചേച്ചിയുടെ മുഖം കണ്ടു കാണോ? മുത്തശ്ശി, 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 ബിജു, മുത്തശ്ശി. എന്താ മോനെ? ആ, രണ്ടുപേരും കൂടെ എന്നെ കളിപ്പിച്ചു കഴിഞ്ഞില്ല അല്ലേ? ഏതാ എന്റെ ബെഡ്റൂമിലേക്ക് വന്ന് കയറിയിരിക്കുന്ന ആ പെണ്ണ്? അത് പ്രിയങ്ക. പ്രിയങ്കയോ? അല്ല, അത് പ്രിയങ്കൊന്നും അല്ല. പാവക്കുട്ടിയെ വേഷം കെട്ടിച്ച് മുറിയിൽ ഇരുത്തിയ പോലെ വേറെ ആരോ കയറ്റി വിട്ടിരിക്കുക. അവളോട് എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ. അല്ല, കണ്ണിതുവരെ ശരിയായില്ലല്ലേ? ശരിയായെന്ന് ചുമ്മാ പറഞ്ഞതല്ലേ? നീ മിണ്ടായിരിക്കും. എന്റെ ബെഡ്റൂമിൽ വന്ന് കയറിയവള് ഞാൻ താലി ചാർത്തിയ പെണ്ണല്ല. എന്തൊക്കെയാടാ നീ പറയുന്നേ? മുത്തശ്ശി, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. എന്താ അമ്മേ? അത് വേറൊന്നുമല്ല, ഞാൻ അവനെ ഒന്ന് കളിപ്പിച്ചല്ലോ. എന്നാ പിന്നെ നമ്മളെയൊക്കെ ഒന്ന് കളിപ്പിക്കണമെന്ന് അവന് തീരുമാനിച്ചു. ഞാൻ കളി പറയുന്നൊന്നുമല്ല. ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു, അവളുടെ കഴുത്തിൽ താലി ചാർത്തി. ഇതൊക്കെ സത്യമാണ്. പക്ഷേ എന്റെ ബെഡ്റൂമിൽ വന്ന് കയറിയ ആ പെണ്ണ് അത് പ്രിയങ്കയല്ല, ദേവനാരായണൻ തിരുമേനിയുടെ മകളുമല്ല. എന്ത് പറ്റി നിനക്ക്? എന്ത് ഭ്രാന്താ നീ വിളിച്ചു പറയുന്നത്? അച്ഛാ, ഞാൻ പറയുന്നത് സത്യമാ. എന്ത് സത്യം? പ്രിയങ്ക തന്നെയല്ലേ മണ്ഡപത്തിൽ വെച്ച് നീ കണ്ടത്? പ്രിയങ്കയുടെ കൈപിടിച്ചല്ലേ കതിർ മണ്ഡപത്തിൽ നീ നടന്നത്? അവൾക്കല്ലേ നീ പുടവ കൊടുത്തത്? അവളുടെ കഴുത്തിലല്ലേ നീ താലി കെട്ടിയത്? അതിനൊക്കെ സാക്ഷിയായി നിന്നു ഞങ്ങളല്ലേ? അമ്മേ, നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എടാ, വെറുതെ എല്ലാരും ടെൻഷൻ ആക്കല്ലേ. എന്റെ ടെൻഷൻ എന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? എനിക്ക് പരിചയമില്ലാത്ത ഒരുത്തിയായിട്ട് ഞാൻ എങ്ങനെ ആ മുറിയിൽ കഴിയുന്നത്? അവളോട് ഞാൻ സംസാരിച്ചിട്ടില്ല, അവളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കേട്ടോ, വരുൺ ഇങ്ങനെ ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. അത് വിശദമായിട്ട് അവനോട് ചോദിക്കും. കല്യാണ മണ്ഡപത്തിൽ എന്തോ തിരുമറി നടന്നിട്ടുണ്ടെന്ന് വരുൺ പറഞ്ഞ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. അവിടെ ഒരു ചെറുക്കനും ഉണ്ടായിരുന്നല്ലോ, തിരുമേനിയുടെ കുടുംബക്കാരുടെ കൂടെ നിന്നിരുന്നവൻ. മണവാട്ടി മാറിപ്പോയെന്ന് അവൻ അവിടെ ഉറക്ക വിളിച്ചു പറഞ്ഞിരുന്നു. അതേ, പെണ്ണ് മാറിപ്പോയി. ആ പയ്യൻ എന്താ പറഞ്ഞത്? അതൊരു ബുദ്ധിയില്ലാത്ത ചെറുക്കനാ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. യെസ്, ആ ചെറുക്കൻ പറഞ്ഞ സത്യം. അതൊരു ബുദ്ധിയില്ലാത്ത ചെറുക്കനാണെന്ന് അവരപ്പ തന്നെ പറഞ്ഞതാണല്ലോ. അമ്മേ, നമ്മളിപ്പോ എവിടെയോ കിടന്നൊരു ചെറുക്കനെയാണോ വിശ്വസിക്കേണ്ടത്, അതോ വരുണിനെയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം, ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണിനെ വിവാഹ വേഷത്തിൽ ഞാൻ കണ്ടതാ. നിങ്ങൾ ആരും അറിയാതെ ഞാൻ അവളുടെ ഫോട്ടോസും എടുത്തിരുന്നു. ആ ഫോട്ടോസ് എന്റെ ക്യാമറയിലുണ്ട്, ഞാനത് കാണിച്ചു തരാം.
എല്ലാരും കൂടെ ആശിച്ചു മോഹിച്ചൊരു കല്യാണം നടത്തിയിട്ട് അത് രാത്രി ഏതായാലും കൊള്ളാം. ആരായിരുന്നു മണവാട്ടിയെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എവിടെ കാണിക്കേ? അല്ല, ഇതിലുണ്ടായിരുന്നു, അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇതാരോ കരുതി കൂട്ടി ചെയ്തിരിക്കുന്നത്. അങ്ങനെ വിട്ടാ പറ്റില്ല. വരുൺ പറഞ്ഞത് കാര്യമാണോ അല്ലയോ എന്ന് നമുക്കിപ്പൊ തന്നെ തെളിയിക്കാലോ. അവളെ വിളിക്ക്, അവളോട് ചോദിച്ചാ സത്യം അറിയാലോ. കൽപ്പന, അതിന് വിട്ട് സംസാരിക്കരുത്. മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായിട്ട് ഒരു പെൺകുട്ടി മണിയറയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അവളോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ഇതൊക്കെ? ഇത് പരിഹരിക്കണ്ടേ ഏട്ടാ? എങ്കിൽ പിന്നെ ഏട്ടൻ ദേവനാരായണൻ തിരുമേനിയോട് വരാൻ പറയൂ. അയാള് പറയട്ടെ ഇതിനുത്തരം എന്താണെന്ന്. ഏട്ടൻ എന്തിനാ മടിക്കുന്നത്? അദ്ദേഹത്തെ വിളിച്ചിട്ട് വരാൻ പറയൂ. ആര് വിളിച്ചാലും വിളിച്ചില്ലേലും എന്റെ ബെഡ്റൂമിലേക്ക് നിങ്ങളിപ്പോ കയറ്റിവിട്ട ആ പെണ്ണുമായി ഞാൻ ജീവിക്കുന്ന പ്രശ്നമില്ല. നമ്മളിപ്പോ എന്താ ചെയ്യാ? ദേവനാരായണൻ തിരുമേനിയെ വിളിച്ചു വരുത്താൻ പറ്റില്ല. പ്രിയങ്ക ചോദ്യം ചെയ്യുന്ന പ്രശ്നമില്ല. അമ്മേ, പാരമ്പര്യം അനുസരിച്ച് വരുണിന്റെ വധുവിന് ഇട്ടുകൊടുക്കേണ്ട വള അമ്മയല്ലേ ഇട്ടുകൊടുത്തത്? അതാർക്കായിരുന്നു? കൈ നീട്ട്, നീട്ട് മോളെ. അത് ഇവിടെയുള്ള പ്രിയങ്കയ്ക്ക് തന്നെ. മരുമകളാകാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തത് നീ തന്നെയല്ലേ? അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. മഞ്ഞൾ കല്യാണം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയത് നിങ്ങളൊക്കെ കൂടിയല്ലേ? അന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കവളത്താണോ മഞ്ഞൾ അണിയിച്ചത്? അത് പിന്നെ അച്ഛാ, നിങ്ങളെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഇവൻ മാത്രം മാറ്റി പറയുന്നുവെങ്കിൽ അതിന്റെ ഉദ്ദേശം വേറെ എന്തോ ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം, പരിഹരിച്ചോളാം. അച്ഛാ, എന്നെ ഒന്നും നീ മിണ്ടരുത്. കണിമംഗലം കുടുംബത്തിന്റെ മേലെ ഒരു പെൺകുട്ടിയുടെയും അവളുടെ കുടുംബത്തിന്റെയും ശാപം കണ്ണീരായി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ തീരുമാനമാണ്.
ഇതിലും മേലെ ഈ കാര്യം ആരും ചർച്ച ചെയ്യണ്ട.